അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും വരികയും ഹൃദയങ്ങൾ വളരെ അകന്നു പോവുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ സമൂഹത്തിൽ സന്തോഷത്തോടു കൂടിയുള്ള കൂടിച്ചേരലുകൾ ഉണ്ടായിരുന്നു. നല്ല നല്ല ബന്ധങ്ങൾ നിലനിന്നിരുന്നു. കുറച്ചൊക്കെ പ്രായമായ ആളുകൾക്കറിയാം, പണ്ടത്തെ കല്യാണ വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പന്തൽ കെട്ടാനും തോരണങ്ങൾ തൂക്കാനും ഭക്ഷണങ്ങൾ വിളമ്പാനും അവനവൻ്റെ വീട് പോലെ ശ്രദ്ധിച്ചിരുന്ന, പരിഗണിച്ചിരുന്ന ഒരു ബന്ധങ്ങൾ പണ്ട് നിലനിന്നിരുന്നു. അവിടെ ഉറക്കമൊഴിക്കാനും പണിയെടുക്കാനും എല്ലാത്തിനും മുന്നിൽ നിൽക്കുക, കൂലിക്കാരായിട്ടല്ല. ഇന്ന് നിങ്ങൾ എവിടെയും ശ്രദ്ധിച്ചു നോക്കൂ, എല്ലാം കൂലിക്കാരാണ്. പണ്ടെല്ലാം നമ്മുടെ വീടുകളിൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാർക്കറിയുമോ എന്നറിയില്ല, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. വീടുകളിൽ വളരെ കുറച്ച് പാത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് തലസ്ഥാനത്ത് എല്ലാ വസ്തുക്കളുടെയും എണ്ണങ്ങളിൽ വർധനവുണ്ടായി. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഭൗതികമായി നമ്മൾ ഒരുപാട് വികസിച്ചപ്പോൾ ബന്ധങ്ങളിൽ ശിഥിലത വന്നു എന്നാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരൽപ്പം ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ വളരെ അടുത്ത് മഹത്തായ ഈ കൂട്ടുജീവിതത്തെപ്പറ്റി, ഹൃദയം തുറന്ന സമീപനത്തെപ്പറ്റി അല്പം ചില കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, മക്കളായ നമുക്ക് നമ്മുടെ രക്ഷിതാക്കളോട്, മാതാപിതാക്കളോടുള്ള ബന്ധം എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ്. ഒരു കാര്യം എൻ്റെ കൊച്ചനുജന്മാർ ശ്രദ്ധിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്. നമ്മൾ പറയാറുണ്ട്, നാട്ടിൽ സമാധാനമില്ല, ലോകത്ത് സമാധാനമില്ല എന്ന് പറഞ്ഞ് പരിതപിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ, ഒരു മഹലിൻ്റെ, ഒരു ലോകത്തിൻ്റെ തന്നെ തുടക്കം കുറിക്കുന്നത് വീട്ടിൽ നിന്നാണ്. നാട്ടിൽ സമാധാനമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം താമസിക്കുന്ന വീട്ടിൽ സമാധാനമില്ല എന്നാണ്. കുടുംബ ബന്ധങ്ങളിൽ ശാന്തിയും സമാധാനവുമുള്ളവൻ പൊതുവെ അവൻ്റെ ജീവിതത്തിൽ ശാന്തനായിരിക്കും. എവിടെയെങ്കിലും നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ സമാധാനാന്തരീക്ഷം തകർന്നിട്ടുണ്ടോ, അത് അർത്ഥമാക്കുന്നത് നമ്മുടെ ബന്ധങ്ങളിൽ ശിഥിലത വന്നു എന്നതാണ് എന്ന് സഹോദരങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കാനാണ് വിശ്വാസികളായ നമ്മോട് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. സഹോദരങ്ങളെ, കാര്യബോധമുള്ള ആളുകളുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. സൂറത്തുർ റഅദിലെ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം ബുദ്ധിയുള്ള ആളുകളാണ്. ആരാണ് ആ ബുദ്ധിയുള്ള ആളുകൾ? അവരുടെ വിശേഷണങ്ങൾ ഖുർആൻ പറയുന്നത് അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ് വലാ യൻഖുലൂനൽ മിസാഖ്. അല്ലാഹുവിനോടുള്ള കരാറുകൾ പൂർത്തീകരിക്കുന്നവരാണവർ. ആ കരാറുകളിൽ അവരെ ശിഥിലത വരുത്തുകയില്ല. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ,
ചാർത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ അതെല്ലാം അവര് ചാലിക്കുന്നവരാണ്, ചേർക്കുന്നവരാണ്. അതിനവരെ പ്രേരിപ്പിക്കുന്നത് വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സുഅൽ ഹിസാബ്. നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കണമെന്ന ഭയപ്പാടുള്ളവരാണ് അവര് എന്നാണ്. മോശപ്പെട്ടൊരു വിചാരണയെ അഭിമുഖീകരിക്കേണ്ടവര് ആണ് എന്ന ബോധമാണ് അവരതിനെ പ്രേരിപ്പിക്കുന്നത് എന്നാണ്. സ്നേഹമുള്ളവരെ, എവിടെയൊക്കെ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടോ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പരലോക ഭയം, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണമെന്ന ഭയം കുറഞ്ഞുപോയി എന്നാണ് അതിൻ്റെ അടയാളമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെ ചിന്തിക്കാൻ ചില കാര്യങ്ങൾ ഞാൻ ആമുഖമായി നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. ആരാധനകൾ അരിവൊപ്പിച്ച് കൃത്യമായി ചെയ്യുന്ന ആളുകൾ, അനുഷ്ഠാനങ്ങളിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കാത്ത ആളുകൾ, ദീനീ പ്രവർത്തനങ്ങളിൽ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ആളുകൾ, നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവരുടെയൊക്കെ അടുത്ത ബന്ധങ്ങളിൽ അവരെക്കുറിച്ച് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് കേൾക്കുക നെടുവീർപ്പുകളായിരിക്കും, അല്ലെങ്കിൽ ശകാരങ്ങളായിരിക്കും, ചീത്തവാക്കുകളായിരിക്കും, ആക്ഷേപങ്ങളായിരിക്കും. ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പുറത്തുള്ള ആളുകളാവില്ല. ഒരുപക്ഷെ അവൻ്റെ ഉപ്പ, ഉമ്മ, അല്ലെങ്കിൽ കൂട്ടുകുടുംബക്കാര്, ബന്ധങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്തുകൊണ്ട്? ഒന്നുകൂടി, അരമണിക്കൂർ അടുത്തിരുന്നാൽ പോലും അന്യന്റെ കുറ്റം കേൾക്കാതെ അല്ലെങ്കിൽ അന്യന്റെ കുറ്റം പറയാതെ എഴുന്നേറ്റ് പോവാൻ സാധിക്കാത്ത വിധം തകർന്ന ബന്ധങ്ങളുടെ ലോകത്താണ് നമ്മൾ ഉള്ളത് എന്നാണ്. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, അള്ളാഹുവിനോടും റസൂലിനോടും ശരിക്കുള്ള ഒരു ബന്ധം പുലർത്താൻ സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് നമുക്കൊരു ബന്ധവും നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മളൊരു വിചിത്രമായ ലോകത്തൂടെയാണ് ജീവിക്കുന്നത്. ഈ ഭൗതിക വിഷയങ്ങളിൽ ഒരുപക്ഷെ PhD നേടിയിട്ടുണ്ടാവും, ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ടാവും, ഇങ്ങനെ ചുരുങ്ങിയതൊരു ഡിഗ്രി എങ്കിലും നേടിയ ഈ ആളുകൾ പക്ഷെ എങ്ങനെയാണ് ഒരു നല്ല മകനാവുക, എങ്ങനെയാണ് നല്ലൊരു ഉപ്പയാവേണ്ടത്, നല്ല അയൽക്കാരനാവേണ്ടത്, ബന്ധങ്ങളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊന്നും ശരിക്കും അവർക്ക് അറിഞ്ഞൂടാ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നല്ല മകനാകേണ്ടത് എങ്ങനെയാണ് എന്നതിനൊരു വിഷയമായി, ഒരു പാഠ്യവിഷയമായി ഇത് പഠിക്കേണ്ട കാര്യമാണ് എന്നുപോലും വിവരമില്ലാത്ത, ശ്രദ്ധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. ദീനിലെ ദൈവാരാധന പോലെ തന്നെ പ്രധാനമാണ് ഈ ബന്ധങ്ങൾ ചാലിച്ചു കൊണ്ടുപോവുക എന്നുള്ളത്. അവിടെ ഏറ്റവും പ്രധാനം, ഞാൻ ആവശ്യപ്പെട്ടതുപോലെ, മാതാപിതാക്കളോടുള്ള ഏറ്റവും മാന്യമായ പെരുമാറ്റം. സ്നേഹമുള്ളവരെ, അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെന്ന് പറഞ്ഞ് അള്ളാഹു ചേർത്തി പറഞ്ഞ, കൂടെ പടച്ചവനോട് ചേർത്തി പറഞ്ഞ, ലോകത്തെ ഖുർആനിൽ പറഞ്ഞ ഏക വിഭാഗം നമ്മുടെ മാതാപിതാക്കളാണ്. ഞാൻ അതിന് ആയത്തുകളൊന്നും ഓതുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പ്രാധാന്യമാണ്. ഇത് എത്ര ആവർത്തിച്ചു പറഞ്ഞാലും മതിയാവൂല എന്നുള്ളതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാക്കളുടെ ഉമ്മമാരുടെ കാലിനടിയിലാണ് സ്വർഗം. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും മധ്യത്തിലുള്ള വാതിലാണ് ഉപ്പ. രണ്ടും ചേർത്തി പറഞ്ഞ വാക്യങ്ങൾ ശ്രദ്ധിച്ചോ? ഇവർക്കുള്ള സ്ഥാനം, ഈ സ്ഥാനം ഇത്ര നിലനിൽക്കെ നമ്മൾ എത്ര പറഞ്ഞാലും അതൊരാവർത്തനമാവൂല എന്നുള്ളതാണ്. എത്രത്തോളം പ്രാധാന്യം. ചില സംഭവങ്ങളാണ് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാവിൽ സ്വർഗത്തിലൂടെ നടന്നു നീങ്ങാൻ. ആ സമയത്ത് സ്വർഗത്തിൽ വെച്ച് ഒരു മനോഹരമായ ശബ്ദത്തിലുള്ള ഖുർആൻ പാരായണം കേൾക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു ചോദിക്കുകയാണ് ജിബ്രീലിനോട്, ആരാണിവര്? അവിടെ നിന്ന് കിട്ടുന്ന മറുപടി ഹാരിസത്ത് ബിൻ നഅമാൻ റളിയല്ലാഹു അൻഹു. ആരാണവര്? ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. ഒറ്റ വാക്കിൽ എന്താണ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞിടത്ത്, ഹാദർ റജുൽ അക്സറു ബാറൻ ലി ഉമ്മിഹി, തൻ്റെ ഉമ്മയോട് അങ്ങേ അറ്റത്തെ കാരുണ്യ മനസ്സോടുകൂടി വർത്തിച്ചവനാണ് ഇവരെന്നതാണ്.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആവർത്തിക്കുന്നത് 3 പ്രാവശ്യം ആവർത്തിച്ചു പറയാ, കദാലിക്കൽ ബിർ, കദാലിക്കൽ ബിർ, കദാലിക്കൽ ബിർ. അങ്ങനെയാണ് പുണ്യം ചെയ്യേണ്ടത്, അങ്ങനെയാണ് പുണ്യം ചെയ്യേണ്ടത്. സഹോദരങ്ങളെ ശ്രദ്ധിച്ചു നോക്കൂ, സ്വർഗത്തിൽ കടക്കുക മാത്രമല്ല, നമ്മൾ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് ആ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം നേടാൻ മാത്രം യോഗ്യത നേടുന്നതാണ് ഈ പെരുമാറ്റം എന്നുള്ളതാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മെ കാത്തിരിക്കാനും നമ്മെ ഇഷ്ടപ്പെടാനും ഒരുപാട് പേര് നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇന്ന് നമ്മെ സ്നേഹിക്കാന്, നമ്മെ കാത്തിരിക്കാന്, ഇയാൾ വന്നില്ലല്ലോ, എന്നൊരു വന്നില്ലല്ലോ എന്ന് ആലോചിക്കാൻ ഒരുപാട് പേര് നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ ഇവരൊക്കെ നമ്മെ സ്നേഹിക്കാൻ തുടങ്ങിയത് നാം ആരൊക്കെയോ ആയതിന് ശേഷമാണ്, അല്ലേ? നമ്മൾ ആരൊക്കെ ആയതിനു ശേഷമാണ്. എങ്കിൽ നമ്മളൊന്നുമല്ലാതിരുന്ന ഒരു കാലത്ത്, നമ്മളൊരു രൂപം പോലും അല്ലാതിരുന്നൊരു കാലത്ത്, അല്ല, ഈ ലോകത്തേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മെ സ്നേഹിക്കുകയും നമ്മെ കാത്തിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉപ്പയും ഉമ്മയും അവരോളമാകുമോ മറ്റേതെങ്കിലും? നിങ്ങൾ ബാധ്യതകൾ ആലോചിച്ചോളൂ, ഞാൻ വേറെ പറയേണ്ടതില്ലല്ലോ, ചുരുങ്ങിയ സമയമാണ്. ഖുർആൻ സൂചിപ്പിച്ചത് വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അർത്ഥം മുഴുവൻ പറയുന്നില്ല. ഇഹ്സാൻ എന്ന വാക്ക് അറബി ഭാഷയിലെ ആ പദത്തിന്റെ അർത്ഥം ഒരു മനുഷ്യൻ അധ്വാനിച്ച് ക്ഷമിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്കാണ് അറബി ഭാഷയിൽ ഇഹ്സാൻ എന്ന് പറയുക. ഇഹ്സാൻ എന്ന് പറയുക നന്നായി അധ്വാനിച്ച് മാത്രം ചെയ്യേണ്ടുന്ന പദമാണ്. എന്നിട്ട് ആ ഇഹ്സാനിനെ വിശദീകരിക്കുന്നു. ഇമ്മാ യബ്ലു അന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. വയസ്സായിട്ട് ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ അവർ രണ്ടുപേരുമോ നിന്റെ അടുത്തെത്തിയാൽ നീ അവരോട് ചേ എന്ന് പറയരുത്. സ്നേഹമുള്ളവരെ, ഉഫിൻ എന്ന പദത്തിന് ചേ എന്ന വാക്കിനർത്ഥമില്ല, ഇല്ല. അങ്ങനെ ഒരു ഭാഷ പ്രകടിപ്പിക്കാൻ കഴിയില്ല. മറിച്ച് അതൊരു ഭാവമാണ്, നമ്മുടെ മുഖത്ത് വിരിയുന്ന ഒരു അനുഭവമാണ്. എന്താണത്? എനിക്ക് എൻ്റെ സാന്നിധ്യം വേറൊരാൾക്ക് നിങ്ങളിൽ വെറുപ്പുണ്ടെങ്കിൽ അത് പറയേണ്ടതില്ല. പ്രകടിപ്പിക്കൽ എങ്ങനെയാണ്? നമ്മുടെ മുഖത്ത് വിരിയുന്ന ആ ഭാവവ്യത്യാസങ്ങളിലാണ്. അതാണ് ചേ എന്നുള്ളത്. ഇപ്പം ഞാനുങ്ങളൊക്കെ നമ്മുടെ ഉപ്പനോടും ഉമ്മനോടൊക്കെ ചേ എന്നൊന്നും പറഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. മറിച്ച് പറയുന്ന വാക്കുകൾ എങ്ങനെ അറിയാം? ഇപ്പൊ സാധാരണ നമ്മൾ പറയലുണ്ട്, എന്താണ് ഇവിടെ എത്ര വൃത്തൂസോ. അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ തുടക്കം വരുന്നത് തന്നെ നീ അമ്മയെപ്പോലെയാവണം, അച്ഛനെ പോലെയാവരുത്. നമ്മൾ ഈ ആണുങ്ങളുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ, കുട്ടിയെ ചിരിപ്പിക്കുമ്പോൾ കുട്ടി തിരിച്ചൊരു പ്രതികരണം തരണം. എങ്കിലേ ആ കുട്ടി അങ്ങേയറ്റങ്ങോട്ട് നമ്മൾ മിഠായി വാങ്ങി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വയറ്റത്തൊരു ഉമ്മ വെച്ചാൽ കുട്ടി ചിരിക്കണം. അല്ലാത്ത കുട്ടിയെ നമ്മൾ ഇങ്ങനെ എടുക്കാൻ പോകില്ലല്ലോ. ഉമ്മന്റെ സ്നേഹം അപ്പുറത്താണ്. തൻ്റെ മാറിന്റെ ചൂടിലിട്ട് പാല് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് വിരിയുന്ന കണ്ണിൽ നിന്ന് കണ്ണിലേക്കുള്ള സ്നേഹമുണ്ട്. അത് ഒരാൾക്ക് എഴുതി രേഖപ്പെടുത്താൻ കഴിയാത്ത സ്നേഹമാണ്. ഈ സ്നേഹം നമുക്ക് തന്നത് നമുക്കറിയാൻ പാടില്ലാത്ത കാലഘട്ടത്തിലായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഉമ്മയും ഉപ്പയും ജീവിച്ചിരുന്നിട്ട് സ്വർഗം ലഭിക്കാത്ത ആളുകളാണ്, ഭാഗ്യം കെട്ട ആളുകൾ, അവർ മഹാനഷ്ടകാരികളാണ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാനുള്ള കാരണം. സഹോദരങ്ങളെ, ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ നീട്ടി പറയുന്നില്ല, അനുവദിക്കപ്പെട്ട സമയം കഴിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെക്കുറിച്ച് പറയാം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഞാൻ ഒരാൾ കണ്ടിട്ടില്ല, ഞാൻ കാണാത്ത ഒരാൾ, നിങ്ങൾ അയാളെക്കുറിച്ച് അന്വേഷിക്കണം. എന്നിട്ട് അയാളെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഉത്ലുബു ലഹു ദുആ, അവനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടണം. ആരാണവര്? ഉവൈസ് ബിൻ ആമിറുൽ ഖറനി എന്ന ആളാണ്. ഞാൻ അയാളെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഉവൈസ് എന്ന് പറയുന്ന ആളെ ഈ ഖറനി പ്രദേശത്ത് നിന്ന് വരുന്ന ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇയാളെ ഈ പ്രദേശത്ത് നിന്ന് ആര് വന്നാലും അന്വേഷിക്കും, അയാളെ കാണാനുണ്ടോ? ഇല്ല. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെ ഈ പ്രദേശത്ത് നിന്ന് വന്ന ആളെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടോ? ഒരു സാധാരണക്കാരനായ ഒരാൾ. അപ്പോൾ അവരെ കണ്ട പാടെ ഇയാൾ ചെന്നിട്ട് കണ്ടപ്പോൾ തോന്നിയില്ല നബി ഇങ്ങനെയാണോ ഇയാളെയാണോ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഒരു വെള്ളപ്പാണ്ടുണ്ടോ, ഒരു മുറിക്കല, ഒരു നാണയത്തുട്ടിൻ്റെ വലുപ്പം ഉള്ളതെന്ന് ചോദിച്ചു. ഉണ്ടല്ലോ, ഇതാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നതാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി യാഫിറലി, എനിക്ക് പൊറുക്കലിന് അള്ളാഹിനോട് പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്താ അങ്ങനെ ചോദിക്കാൻ? ഒരു സാധാരണക്കാരനായ ആള്
കാരണം ഉമ്മാക്ക് അങ്ങേയറ്റത്തെ സ്നേഹം കൊടുത്ത ആളായിരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരെയുള്ള ക്വാളിറ്റി നേടുന്നത് ഏതാണ്? തൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മൾ ചെയ്യുന്ന ഗുണം. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പഠനത്തിനു വേണ്ടി, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ഉന്നമനങ്ങൾക്ക് വേണ്ടി അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, അവരുടെ ടെൻഷനുകൾ നമുക്കൊന്നത് എഴുതി രേഖപ്പെടുത്താൻ കഴിയൂല. അത് ആ സ്ഥാനത്തേക്ക് എത്തുമ്പോഴേ നമുക്കറിയുള്ളൂ ഇത് അങ്ങനെയാണ് അതിൻ്റെ പോക്ക്. ഇരിക്കണം, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരാൾ കടന്നു വരുന്നു. അപ്പോൾ അയാൾ ഉമ്മയും പെങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ മുറിച്ച ഒരാളാണ്. പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുജാലിസനൽ യൗം ഖാതിഅറ, കുടുംബ ബന്ധം വിച്ഛേദിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരാൾ എണിച്ചു പോയി ഉമ്മനോട് ഉപ്പനോടൊക്കെ ഉള്ള ബന്ധങ്ങളൊക്കെ ശരിയാക്കിയിട്ട് അയാൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് ലാ ഇന്ന റഹ്മ ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹം, കുടുംബ ബന്ധം വിച്ഛേദിച്ച ബന്ധങ്ങൾക്ക് ശിഥിലത വരുത്തിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ സമൂഹത്തിൻ്റെ മേൽ ഇറങ്ങൂല. നല്ല പ്രവർത്തകനാണ്, ഉഷാറാണ്, അവനെപ്പോലൊരു 4 ആളെ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കാം. അവൻ്റെ അടുത്ത ബന്ധങ്ങളിൽ ചോദിച്ചാൽ ഒന്നും കൊള്ളാത്തവനാണെന്നുണ്ടെങ്കിൽ അത്തരക്കാരായ ആളുകളോട് ബന്ധം പുലർത്തരുതെന്ന് പറയുന്ന ഒരുപാട് ചരിത്രവചനങ്ങളുണ്ട്. ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. സഹോദരങ്ങളെ, എത്രയെത്ര ബന്ധങ്ങളാണ് നാട്ടിൽ തകർന്നു കിടക്കുന്നത്. ആ കൂട്ടത്തിൽ മക്കളെ നമ്മളുണ്ടാവരുത് എന്നൊന്ന് ഒരിക്കൽ കൂടെ വസിയ്യത്ത് ചെയ്യുകയാണ്. വിഷമിപ്പിക്കുന്നതിൽ കൊണ്ടുപോയി അവരെ കൊടുക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഞാൻ കടം വാങ്ങി, ഞാൻ ഒരാളെ വഞ്ചിച്ച്, ഞാൻ നാട് വിട്ടുപോയാൽ പിന്നെ വേദനിക്കുന്നതും കഷ്ടപ്പെടുന്നതും ആരാ? പോലീസ് അന്വേഷിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഒക്കെയാണത്. ഞാനത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞത്. വളരെ അടുത്തൊരാള് 2 പേര് ഷെയർ ഒന്നിച്ചുകൊണ്ട് മുതൽ മുടക്കിയിട്ട് കച്ചവടം നടത്തി. ഒരാൾ 50,000 രൂപ മീൻ വിറ്റ കാശ് ഉണ്ടായിരുന്നു, ഇത് എടുത്തിട്ട് പോവുക. ഇവനെക്കുറിച്ച് ഒരു വിവരമില്ല. പിന്നെ പീഡിപ്പിക്കപ്പെടുന്നതും പിന്നെ പ്രയാസപ്പെടുത്തുന്നതും ഈ മാതാപിതാക്കളെയും ആ ഭാര്യയെയും മക്കളെയുമാണ്. ഇവനിതൊന്നും അറിയുന്നില്ല. ഫോൺ അടിച്ചാൽ സ്വിച്ച് ഓഫാണ്. നമ്മൾ അങ്ങനെയുള്ളൊരു കഷ്ടപ്പാട് വരുത്തരുത്. ജിഹാദിൻ്റെ പേരിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യിലുള്ള ആധുനിക മാധ്യമങ്ങളെ വളരെ ശ്രദ്ധാപൂർവമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. നിങ്ങൾ ഉപയോഗിക്കാവൂ. ഞാനതിൻ്റെ തലങ്ങളിലേക്ക് പോവല്ല. ഞാൻ തന്ന സൂചന നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇവനെൻ്റെ മകനല്ല എന്ന് നമ്മുടെ എങ്ങാനും മയ്യത്തിനെ നോക്കിയിട്ട് ഒരമ്മയും ഒരു ഉപ്പയും പറയേണ്ടി വരുന്നൊരു ഗതികേട് ഹൃദയം തകർന്നുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുക. അല്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു ഉമ്മാക്കുപ്പാക്കും പറയാൻ കഴിയൂല എൻ്റെ കുട്ടി അല്ല എന്നുള്ളത്. അങ്ങനെ പറയേണ്ടി വരുന്ന ദയനീയതയിൽ കൊണ്ടുപോയി നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കുടുംബങ്ങളെ പെടുത്തുന്ന ഒരവസ്ഥയും ഉണ്ടാക്കാൻ പാടില്ല. സഹോദരങ്ങളെ, അവർക്ക് ചീത്തപ്പേരുകൾ ഉണ്ടാക്കി വെക്കുക. ഇത്ര കാലഘട്ടത്തിനിടക്ക് എൻ്റെ മാനം പോയിട്ടില്ല, ഞാൻ ഏതെങ്കിലും കുടുങ്ങിയിട്ടില്ല. എൻ്റെ മക്കളായിട്ട് എനിക്ക് ദുരിതങ്ങൾ വരുത്തി വെച്ചു, എനിക്ക് കഷ്ടപ്പാടുകൾ വരുത്തി വെച്ചു, എൻ്റെ മാനം കെടുത്തിക്കളഞ്ഞു എന്ന് പറയുന്ന മാന്യന്മാരായ ഉപ്പയെയും ഉമ്മയെയും ഞാനായിട്ട് മാനം കെടുത്തൂല എന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരുപാട് അനർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. സഹോദരങ്ങളെ, നല്ലപോലെ ചിന്തിക്കുക. നല്ല അഭിപ്രായത്തിലാണോ നമ്മെ സംബന്ധിച്ച് നമ്മുടെ മാതാപിതാക്കൾ എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ വളർച്ചയിൽ അസൂയയില്ലാത്ത ലോകത്ത് 2 പേരുണ്ടെങ്കിൽ നമ്മുടെ വാപ്പിയമ്മയും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അനുഭവപ്പെടും കുറച്ചും കൂടി കാലം കഴിയുമ്പോൾ. നമ്മളെ ജ്യേഷ്ഠനായാലും കീഴ്പോട്ടുള്ളതാണും കുടുംബം എന്താണെങ്കിലും അസൂയയില്ലാത്ത 2 പേര് അതാരാ? അത് നമ്മുടെ മാതാപിതാക്കളാണ്. ഇമാം റാസി റഹിമഹുല്ലാ തങ്ങൾ വാപ്പാന്റെ സ്വത്ത് ഭാഗം വെക്കുകയാണ്. അങ്ങനെ വളരെ തർക്കവിതർക്കങ്ങൾ നടക്കുക. ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞത്, എനിക്കൊരു സ്വത്തും വേണ്ട, എനിക്ക് വയസ്സായ ഉമ്മയെ മാത്രം തന്നാൽ മതി. അത് നിങ്ങൾ തരൂല എന്ന് പറയും ചെയ്യരുത്. സ്വത്തൊക്കെ ഉപ്പാന്റെ സ്വത്തൊക്കെ നിങ്ങൾ എടുത്തോളൂ, എനിക്ക് പ്രായമായ ഉമ്മയെ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഉമ്മയെ വാങ്ങിക്കൊണ്ടുവരികയാണെന്നാണ്. കാരണം നമ്മുടെ വിത്തും നമ്മുടെ വേരും കിടക്കുന്നത് അവരിലാണ്.
അതിനെ സംരക്ഷിച്ചാൽ മതി, എനിക്ക് രക്ഷ കിട്ടുമെന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഒരു സംഭവം കൂടി പറയട്ടെ സഹോദരങ്ങളെ. കുടുംബം ഒന്നിച്ച് ഗൾഫിൽ താമസിക്കുന്ന ഒരു സഹോദരൻ കുടുംബം ഒന്നിച്ചുകൊണ്ട് ഒരു ഷോപ്പിംഗ് മാളിൽ കയറുക. ചെറിയ കുട്ടിയുണ്ട്. ഈ കുട്ടി കൈവിട്ടുപോയ സന്ദർഭത്തിൽ ഇയാൾ 2.5 മണിക്കൂർ നേരത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഈ കുട്ടിയെ കണ്ടു. വല്ലാതെ തകർന്ന് പോയ നേരം കേട്ടാ. അങ്ങനെ ഈ കുട്ടിയെ കിട്ടിയ പാടെ അങ്ങനെ വാരിയെടുത്ത് തുരുതുരേ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചു. എന്നിട്ട് ശ്വാസം വിട്ടത് അപ്പോഴാ. എന്നിട്ട് ഭാര്യയും കൂട്ടിയിട്ട് അദ്ദേഹം നേരെ പോകുന്നത് നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുക്കാനാണ്. നാട്ടിലേക്ക് തിരിച്ചു വരികയാണല്ലോ. അവൾ ചോദിച്ചു, എന്താ പെട്ടെന്ന് പോയിട്ട് നമ്മളെന്തിനാ നാട്ടിലേക്ക് പോകണമെന്ന് ചോദിച്ചു. എൻ്റെ മോനെ 2 മണിക്കൂർ എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴേക്ക് ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട്. എൻ്റെ ഉമ്മ എന്നെ കണ്ടിട്ട് 2.5 വർഷമായി ഉമ്മ എന്നോട് പറയുന്നില്ല എന്നല്ലേ ഉള്ളൂ. ആ ഉമ്മയുടെ ദുഃഖവും ആ ഉമ്മയുടെ പ്രയാസവും എവിടെ കൊണ്ടുപോയാണ് നമ്മൾ അളക്കുക എന്നാണ്. സഹോദരങ്ങളെ, ഒറ്റ വാക്കുകൂടിയിട്ടാ നമ്മളെ മോനെ എന്ന് വിളിക്കുക. നമ്മൾ കുട്ടിയാകുന്ന കാലം എപ്പോഴറിയോ? നമ്മുടെ ഒപ്പയും ജീവിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമുക്കൊരു 98 വയസ്സായി നിങ്ങൾ സങ്കല്പിച്ചോളൂ. ചിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ മകനാ, നമ്മൾ കുട്ടിയാ. മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുക അല്ലേ? ആ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണറിഞ്ഞാൽ പിന്നെ മോനില്ലല്ലോ, പിന്നെ മകളില്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കണ്ണകനാലും കൽപകലാരെയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അവർ നമ്മിൽ നിന്ന് കണ്ണകന്നു പോയവരാണെങ്കിൽ അവരിലേക്ക് എത്തിക്കുക. അവരെ മറന്നുകൊണ്ടുള്ള ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ മക്കളെ ഉണ്ടാവരുത്. വീണ്ടും ഞാനതാണ് ആവർത്തിക്കുന്നത്. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണ് നമുക്ക് സുഖമുള്ളത്. അവരില്ലാത്തൊരു ലോകം, അവരില്ലാത്തൊരു കാലഘട്ടം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരോട് ചോദിക്കണം. അതുകൊണ്ട് നമുക്ക് ജന്മം നൽകിയവര്, നമുക്ക് പേരിട്ടവര്, നമ്മെ പോറ്റി വളർത്തിയവര്, നമ്മളുണ്ടാകണമെന്ന് നമ്മളെക്കാൾ കൊതിച്ചവര്, നമ്മുടെ ഓരോ വരവിനെയും നമ്മുടെ ഓരോ വാക്കുകളെയും സന്തോഷത്തോടുകൂടി കൊതിയോടുകൂടി കാത്തിരുന്നവര്, അവരൊക്കെ നമ്മുടെ കൈകളാൽ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ ലോകത്ത് പൊറുക്കൂല, പരലോകത്തും കാരുണ്യം ഉണ്ടാവുകയില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ഉണർത്തിയിട്ടുള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് ഉറപ്പ് കൊടുക്കണം. ഞാൻ ഹജ്ജ് ചെയ്തില്ലെങ്കിലും, ഞാൻ ഉംറ ചെയ്തില്ലെങ്കിലും എൻ്റെ കുട്ടി ചെയ്താൽ മതി, ഞാൻ ചെയ്തതുപോലെ തന്നെ നിന്റെ കുട്ടി മറക്കൂല എന്നുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഉറപ്പ് കൊടുക്കണം. മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. റബ്ബി ഔസിഅനി അൻ നശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ ദല്ലാഹു വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. സൂറ ഖാഫിൽ ആയത്ത്. സ്നേഹമുള്ളവരെ, ഇത് കാണാതെ പഠിക്കണം. എന്നും നമസ്കാരങ്ങൾക്കും അല്ലാത്ത സന്ദർഭങ്ങളിലും അതിനൊക്കെ ശേഷം നമ്മളിത് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, മനസ്സിൽ തോന്നിയ ചില വാക്കുകൾ, പഠിച്ചതും അല്ലാത്തതുമായ അനുഭവങ്ങളെല്ലാം എൻ്റെ ചെറിയ വാക്കുകളിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നു. ജീവിക്കുന്ന കാലമത്രയും ഉമ്മ ഉപ്പ എന്ന് പറയുന്ന ആ 2 വാക്കുകളുണ്ടല്ലോ, മറന്നുകൊണ്ടുള്ള, അവരെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ടുണ്ടാവരുത് എന്ന ഒരു ശ്രദ്ധയുണ്ടാവണം. ഈ അവസരം തന്ന സഹോദരങ്ങളോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം അള്ളാഹുവോടുള്ള അങ്ങേ അറ്റത്തെ ശുക്ർ പ്രകടിപ്പിച്ചുകൊണ്ട് പടച്ചറബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.